വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിന് മുന്നിൽ പോലീസിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളാണ്. ഷെമി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? എന്തിനാണ് ഇങ്ങനെ കൂട്ടക്കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത്? എന്തിനാണ് ഷെമി ഇത്രയും കാര്യങ്ങൾ ഒളിച്ചത്? റഹീമിന് എന്തെങ്കിലും പങ്കുണ്ടോ? അങ്ങനെ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഒരു കേസിനും കൂടി, ഒരു വിഷയത്തിൽ കൂടി ഇപ്പോൾ പരിഹാരമായിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അഫാനും ഒരുപാട് കടമുണ്ട് എന്ന് തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട്. ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുണ്ട് എന്നും പറയുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ കൈക്ക് മുന്നിൽ അല്ലെങ്കിൽ പോലീസിന് മുന്നിൽ ഇതുവരെയും ആരും തന്നെ തങ്ങൾക്ക് ഇത്രയും പണം നൽകാനുണ്ട്, അഫാൻ ഇത്രയും പണം തങ്ങൾക്ക് നൽകാനുണ്ട് എന്നുള്ള ആവശ്യവുമായി ആരും മുന്നോട്ട് വന്നിരുന്നില്ല. മാത്രവുമല്ല, ഈ 35 ലക്ഷത്തോളം രൂപ ഇവർ എന്ത് ചെയ്തു, ഇങ്ങനെ എന്ത് ചെയ്തിട്ടാണ് ഇവർക്ക് കടം വന്നത് എന്നുള്ള ചോദ്യവും ഉണ്ടായിരുന്നു. പക്ഷെ അതിനും ഒരു ഉത്തരം ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പോലീസിന് മുന്നിൽ കടം തങ്ങൾക്ക് തരാനുള്ള അല്ലെങ്കിൽ കടം കൊടുക്കാനുണ്ടെങ്കിൽ പോലും ആരും ഇതുവരെ വരാതിരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പണം കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് കുറച്ചാളുകൾ. എന്തുകൊണ്ടാണ് ആരും പണം കിട്ടാനുണ്ട് എന്ന ആവശ്യവുമായി ആദ്യം മുതലേ രംഗത്ത് വരാതിരുന്നത് എന്നത് വലിയൊരു ചോദ്യം തന്നെയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം മുതൽ പോലീസിന് പരാതി കിട്ടി തുടങ്ങി. ഷെമി പണം നൽകാനുണ്ട് എന്ന പരാതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ ദിവസം കിട്ടി. പരാതിക്കാരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അഫാന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച വ്യക്തത വരുത്താനാണ് ഇത്. കുടുംബത്തിന് എത്ര കടമുണ്ടായിരുന്നു എന്ന കാര്യത്തിലും പൂർണ്ണ വ്യക്തത വന്നിട്ടില്ല ഇതുവരെ. 65 ലക്ഷം രൂപയിൽ കൂടുതൽ കടബാധ്യത ഉണ്ടെന്നാണ് അഫാൻ മുൻപ് മൊഴി നൽകിയത്. എങ്കിലും തന്റെ കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഇല്ല എന്നാണ് പിതാവ് അബ്ദുൾ റഹ്മാൻ പറയുന്നത്. എന്നാൽ 65 ലക്ഷം രൂപയല്ല, 35 ലക്ഷം രൂപയാണ് തങ്ങൾക്ക് സാമ്പത്തിക കടമെന്ന് ഈ അമ്മ ഷെമിയും പറയുകയാണ്. എന്തായാലും പണം ലഭിക്കാനുണ്ട് എന്ന ആവശ്യവുമായി ചിലർ രംഗത്ത് വന്നത് സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്താൻ ഇടയാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കഴിഞ്ഞ ദിവസം 24-നോട് ഷെമി ആദ്യമായി പ്രതികരിക്കുമ്പോൾ ഷെമി അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഇനി എനിക്ക് പ്രതീക്ഷ എന്റെ മകനിൽ മാത്രമാണ്, റഹീമിന് വിശ്വാസമില്ല എന്ന് എടുത്തടിച്ചു പറയുകയാണ്. വെഞ്ഞാറമൂട്ടിലെ ഒരു സ്നേഹനിലയത്തിലാണ് ഇപ്പോൾ ഷെമി കഴിയുന്നത്. അവിടെ ചികിത്സയിൽ കഴിയുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ആരോഗ്യപരമായി വഷളാകിക്കൊണ്ടിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ ഷെമി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഒരു വർഷമെങ്കിലും എടുക്കും ഷെമി ഈ പഴയ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നടത്തുവാനും എത്തുവാനും എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും 3ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. അഫാനെ ഇന്നലെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കി പിന്നാലെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. അഫാന്റെ വീട്ടിൽ നടന്ന കൊലപാതകങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന വെഞ്ഞാറമൂട് SHO RP അരൂപ് കൃഷ്ണന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിൽ വാങ്ങിയാണ് അവസാന തെളിവെടുപ്പ് നടത്തിയത്. ഷെമിയുടെ മൊഴിമാറ്റം കണക്കിലെടുത്ത് കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിക്കും. വരും ദിവസങ്ങളിൽ വീണ്ടും മൊഴിയെടുക്കും. സാമ്പത്തിക ബാധ്യത കാരണം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു അഫാൻ എന്നാണ് ഷെമി പറയുന്നത്. തിങ്കളാഴ്ച 3ാം ഘട്ട തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയായിരുന്നു. അഫാന്റെ അനുജനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. എന്തായാലും ഈ ഘട്ടത്തിലാണ് അതിനുശേഷമാണ്, അതായത് ഈ ഷെമി എന്ന ഉമ്മയ്ക്ക് തന്റെ മകനെ കുറിച്ച് നാട്ടുകാർ എന്താണ് അറിഞ്ഞത്, തന്റെ മകൻ എന്താണ് ചെയ്തതെന്ന് വ്യക്തമല്ലായിരുന്നു. എന്നാൽ പിന്നീട് തന്റെ മകൻ ചെയ്ത കാര്യങ്ങൾ തന്നോട് മാത്രം ചെയ്ത തെറ്റല്ല, ബാക്കിയുള്ള എല്ലാവരോടും ചെയ്ത കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന ബോധ്യമായതിന് പിന്നാലെയാണ് ഷെമി സത്യം തുറന്നു പറയാൻ തുടങ്ങിയത്. മാത്രമല്ല 23 വയസ്സ് മാത്രമുള്ള ഈ ഒരു പയ്യൻ അല്ലെങ്കിൽ ഈ ഒരു ചെറുപ്പക്കാരൻ ഈ 6 കൊലപാതകങ്ങൾ നടത്താൻ ശ്രമിച്ചു. അതിൽ 5 എണ്ണം കൊലപാതകമായി മാറുകയും 5 പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത ഈ ഒരു സംഭവത്തിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു തൂക്കുകയർ ലഭിക്കുമെന്നാണ്. പക്ഷേ കേസ് ആ വഴിക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പറയുന്നത്. ഓരോ കൊലപാതകത്തിനും ചിലപ്പോൾ ജീവപര്യന്തം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓരോ കൊലപാതകത്തിനും ജീവപര്യന്തം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 48 വയസ്സ് കഴിയുമ്പോഴേക്കും അഫാന് ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അഫാൻ അങ്ങനെ ആജീവനാന്തമൊന്നും ജയിലിനകത്ത് കിടക്കാൻ കഴിയില്ല എന്നാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അപ്പോഴും അഫാൻ ഇപ്പോൾ എല്ലാവരും ഇത്തരം ഒരു കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരും പറയുന്നത് അങ്ങനെ ജയിലിന് പുറത്തിറങ്ങട്ടെ, ബാക്കിയുള്ള റഹീമിനെ കൂടി കൊല്ലാനായിരിക്കും ജയിലിന് പുറത്തിറങ്ങുന്നത് എന്നടക്കമുള്ള
കാര്യങ്ങളാണ്. എന്തായാലും ജയിലിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ ഈ സാധാരണഗതിയിൽ അമ്മയോടും അച്ഛനോടും സഹോദരനോടും ഒപ്പം തന്നെ സാധാരണ നിലയിൽ കഴിയുമ്പോൾ തന്നെ ഇത്ര ക്രിമിനൽ ക്രൂക്കഡ് മൈൻഡ് ആണെങ്കിൽ ജയിലിൽ പോയി തിരിച്ചു വരുന്ന അഫ്വാന്റെ ഒരു മാനസിക നില എന്തായിരിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം അഫ്വാനെ പെരുമലയിലെ വീട്ടിലെത്തിച്ച ശേഷം സ്വർണം പണയം വെച്ച വെഞ്ഞാറമൂട് ചന്തയ്ക്ക് സമീപത്തെ ധനകാര്യ സ്ഥാപനത്തിലും ബാഗ്, ചുറ്റിക എന്നിവ വാങ്ങിച്ച വെഞ്ഞാറമൂട് ജംഗ്ഷനിലെ കടകളിലും എലിവിഷം, ജ്യൂസ് തുടങ്ങിയവ വാങ്ങിയ പാലാങ്കോണത്തെയും ഈ നഗരക്കുഴിയിലെയും കടയിലും സിഗരറ്റ് വാങ്ങിച്ച കുറ്റിമൂട്ടിലെ കടകളിലും അഫ്വാനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ ശേഷം പിന്നിൽ നിന്ന് കഴുത്തിൽ ഷോൾ മുറുക്കിയത് മകൻ തന്നെ എന്ന വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫ്വാന്റെ മാതാവ് ഷെമി അന്വേഷണ സംഘത്തോട് നിർണായക മൊഴി നൽകിയത് തന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് ബോധം മറിഞ്ഞെന്നും പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് ഓർമ്മ വന്നത് എന്നും ഈ വഴുവഴുപ്പുള്ള എന്തിലോ ചവിട്ടി തെന്നി വീഴുന്നതായി അനുഭവപ്പെട്ടെന്നും ഷെമി മൊഴി നൽകിയിട്ടുണ്ട്. കിളിമാനൂർ SHO ബി ജയന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. സംഭവ ദിവസം രാവിലെ 10 മണിക്ക് വീടിനുള്ളിലെ സോഫയിലിരുന്ന താനും ഉമ്മ ഷെമിയും കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യയല്ലാതെ മറ്റ് പോംവഴികളൊന്നുമില്ല എന്ന് പരസ്പരം പറഞ്ഞിരുന്നു. ഉടനെ ഉമ്മ പൊക്കോളൂ, ഞാനും അവനും പിന്നാലെ വരാമെന്ന് പറഞ്ഞ് ഉമ്മയുടെ തലയിലുണ്ടായിരുന്ന ഷോള് അഫ്വാൻ കഴുത്തിൽ ശക്തമായി വരിഞ്ഞു മുറുക്കി. ഷെമി സോഫയിൽ നിന്ന് നിലത്ത് വീണു, ഒപ്പം താനും വീണു. പിന്നീട് മുറിക്കുള്ളിലേക്ക് വലിച്ചുകൊണ്ടുപോയി തല ശക്തിയോടെ തറയിൽ ഇടിപ്പിച്ചു. രക്തം വാർന്നൊഴുകുന്നത് കണ്ട ഉമ്മ മരിച്ചെന്ന് കരുതി മുറിയുടെ വാതിലടച്ച് പുറത്തുപോയി. പാങ്ങോടുള്ള കുടുംബ വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന പിതൃമാതാവ് സൽമാ ബീവിയുടെ അടുത്തെത്തിയ അഫ്വാൻ എന്റെ ഉമ്മ പോയടി എന്ന് പറഞ്ഞ് തുടർന്ന് തലയ്ക്ക് ചുറ്റികൊണ്ട് അടിച്ച് മുറിവേൽപ്പിച്ച് 88-കാരിയായ സൽമാ ബീവിയെയും വകവരുത്തുകയായിരുന്നു. അവിടെ നിന്ന് പിതൃ സഹോദരൻ ലത്തീഫിന്റെ വീട്ടിലെത്തി 2 പേരുടെ ജീവനും എടുത്തു. ഒടുവിൽ ഉമ്മയുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് പെൺസുഹൃത്ത് ഫർസാനയെ ഈ മൂക്കുന്നിലെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി. കാവറയിൽ നിന്ന് തനിക്കൊപ്പം ബൈക്കിൽ കയറിയ ഫർസാനയോട് ഈ വണ്ടി ഇടിച്ചു താൻ മരിച്ചാൽ എന്ത് ചെയ്യുമെന്ന് യാത്രക്കിടെ പ്രതി ചോദിച്ചു. നിനക്കൊപ്പം ഞാനും മരിക്കുമെന്ന് ഫർസാനയുടെ മറുപടി. തുടർന്ന് പെരുമലയിൽ വീടിന്റെ മുന്നിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിയ നിലയിൽ താനും ഫർസാനയും മതില് ചാടിക്കടന്ന് വീടിനുള്ളിൽ പ്രവേശിച്ചു. മുകൾ നിലയിലെ മുറിയിലെത്തിച്ച ഉമ്മ പോയി എന്ന് ആദ്യം വെളിപ്പെടുത്തി. മുത്തശ്ശിയെയും പിതാവിന്റെ ജ്യേഷ്ഠനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയെന്നും ഫർസാനയോട് പറഞ്ഞു. നടക്കുന്ന വിവരങ്ങൾ കേട്ട് കൈകൾ കൊണ്ട് കണ്ണുപൊത്തി തലകുനിച്ച് ഫർസാന സമീപത്തെ കസേരയിലൊന്നിരുന്നു. പൊടുന്നനെ നീ കരയിലെന്നും ഞാനും അനുജനും നിന്റെ പിന്നാലെ വരുമെന്ന് പറഞ്ഞ് അടുത്ത് കരുതിയിരുന്ന ചുറ്റികൊണ്ട് 2 തവണ പെൺസുഹൃത്തിനെ നെറ്റിയിലടിച്ചു. ആദ്യ ആക്രമണത്തിൽ തന്നെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നും പിന്നീട് തലയ്ക്ക് ചുറ്റും അടിക്കുകയായിരുന്നു എന്നുമാണ് വെളിപ്പെടുത്തൽ. അതിനിടെ ഇഷ്ടഭക്ഷണമായ കുഴിമന്തി വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വന്ന സഹോദരനെ അകത്ത് വിളിച്ചു കയറ്റി ഉമ്മ പോയെന്ന് പറഞ്ഞു. നമുക്കും ഉമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ ഹാളിനുള്ളിലെ TV ഓണാക്കിയ ശേഷം അവസാന നേർക്ക് ആദ്യ ആക്രമണം. ഇക്ക എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു 14-കാരൻ പിടഞ്ഞു വീണത്. പിന്നാലെ സമീപത്തെ മുറിക്കുള്ളിൽ നിന്ന് അനക്കം കേട്ട് തുറന്നു നോക്കുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ ചലിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ചുറ്റികൊണ്ട് പലതവണ ഷെമിയുടെ തലയിൽ അടിച്ചു. രക്തം പരന്നൊഴുകിയിട്ടും കണ്ണുകൾ തുറന്നിരുന്നതോടുകൂടി ബലമായി മുറുക്കി അടച്ച ശേഷം അഫ്വാൻ പുറത്തു കടന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അനുജന്റെ മൃതദേഹത്തിനരികിലിരുന്ന് ഏറെ നേരം കരഞ്ഞ ശേഷമാണ് രക്തത്തിന്റെ കറ പുരണ്ട വസ്ത്രങ്ങൾ മാറ്റി കുളിച്ചത്. ഒടുവിൽ അടുക്കളയിലെ ഗ്യാസ് തുറന്നുവിട്ടു. തുടർന്ന് ശീതളപാനീയത്തിൽ എലിവിഷം കലർത്തി കുടിച്ച ശേഷം വീടിന് പുറത്ത് കടന്നു. ബൈക്ക് സ്റ്റാർട്ടാക്കാതെ വന്നതോടുകൂടി ഓട്ടോ പിടിച്ച് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അറിയിച്ചു. ഉമ്മയെയും താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അനുജനെയും കാമുകിയെയും കൊലപ്പെടുത്തിയതിൽ തനിക്ക് കുറ്റബോധമുണ്ടെങ്കിൽ മറ്റു 3 പേരോടും തനിക്ക് അടങ്ങാത്ത പകയായിരുന്നുവെന്നും അവർ മരിക്കേണ്ടവർ തന്നെയായിരുന്നുവെന്നുമാണ് അന്വേഷണ സംഘത്തോട് തെളിവെടുപ്പിനിടെ അഫ്വാൻ പറഞ്ഞിരുന്നത്. മകനെ കഴിഞ്ഞ ദിവസം വരെ കുറ്റക്കാരനായി കണ്ടിരുന്ന ഷെമിയാണ് കേസ് നിർണായക വഴിത്തിരിവാക്കുന്ന മൊഴി നൽകിയിരിക്കുന്നത്. റഹീം ഒരിക്കലും അഫ്വാനെ ജാമ്യത്തിലെടുക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അടുത്ത ബന്ധുക്കളും നൽകുന്ന സൂചന. മകന്റെ പ്രവൃത്തി കൊണ്ട് സ്വന്തം രക്തബന്ധത്തിലുള്ളവരെ തന്നെയാണ് റഹീമിന് നഷ്ടമായത്. ഇതോടെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും ഷെമിയും റഹീമും ഒറ്റപ്പെട്ട അവസ്ഥ. കൊടും ക്രിമിനലായാലും സ്വന്തം മക്കളെ സ്നേഹിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള അവകാശം ആർക്കും തന്നെയില്ല.